സേഫ് സോൺ കിട്ടിക്കഴിഞ്ഞാൽ ക്രിക്കറ്റിലെ പോലെ തന്നെ ഫോമിലെത്തുന്ന വ്യക്തിയാണ് നിവിൻ പോളി. നേരത്തെ കാലത്ത് ദിലീപിന് അങ്ങനെ ഉണ്ടായിരുന്നു. കോമഡി ചിത്രങ്ങളിലൂടെയായിരുന്നു അദ്ദേഹം തൻ്റെ ലെവലുകൾ കാണിച്ചിരുന്നത്. നിവിൻ്റെ കാര്യം പ്രേമത്തിലൂടെ നമ്മൾ തെളിഞ്ഞാണ്. ആ സ്വഭാവ രീതികളായിരുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടം. പക്ഷേ പ്രേക്ഷകർ പലരോ അല്ലെങ്കിൽ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചത് മൂലം പല പല വേഷങ്ങളിലേക്ക് പോയി വ്യത്യസ്തനാകാൻ വേണ്ടി അത് ശ്രമിച്ചു. മോഹൻലാലിനും മമ്മൂട്ടിയൊക്കെ സാധ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിവിൻ പോളി പോയപ്പോൾ വ്യത്യസ്തമായ സിനിമകൾ, തുറമുഖം പോലെയൊക്കെയുള്ള സിനിമകൾ, നമ്മൾക്ക് മൂത്താൻ പോലുള്ള സിനിമകൾ കാണുവാൻ കഴിഞ്ഞു. പക്ഷേ പ്രേക്ഷകർ സ്വീകരിച്ചില്ല. അതോടുകൂടി അദ്ദേഹം തകർന്നടിയുകയായിരുന്നു. പിന്നെയും അദ്ദേഹത്തിൻ്റെ സേഫ് സോണിലൂടെ അദ്ദേഹം വന്നപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ലെവലായി. നിവിൻ്റെ മാനറിസങ്ങളെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരു ഫീൽ ഗുഡ് സിനിമ കോമഡി ലെവലിൽ, പ്രത്യേകിച്ച് തണ്ണീർമത്തൻ പോലുള്ള മനോഹരമായ ചിത്രങ്ങൾ, പ്രേമലു പോലുള്ള മനോഹരമായ ചിത്രങ്ങൾ, സംവിധായകരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് പഴയ പ്രിയദർശൻ്റെ ആ ഒരു ലെവല് കാണുന്ന ചിത്രങ്ങളെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ ആൾക്കാരിലേക്ക് ആകർഷകമാകുന്ന രീതിയിലുള്ള അവതരണം നടത്തുന്ന ഗിരീഷ് ഷേഡിയുടെ സിനിമയും കൂടെ ആയപ്പോഴത്തേനും പ്രേക്ഷകർ മനസ്സ് നിറഞ്ഞ് ആഹ്ലാദിക്കുന്ന രീതിയിൽ ആ സിനിമയെ കാണാനായിട്ട് സാധിച്ചു. മമിത ബൈജു പല ഭാഷകളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ മമിത ബൈജുവും പ്രേമലുവിലെ നായകനും ഒക്കെ ഒരു സൈഡായിരുന്നു. തണ്ണീർമത്തൻ പോലുള്ള സിനിമകളിലെ മാത്യൂസിൻ്റെ സൈഡുകളായിരുന്ന വ്യക്തികളാണ് ഇപ്പം ഹീറോയിൻ ആയിട്ട് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഹീറോയിൻ വേഷത്തിൽ കത്തിക്കയറുകയാണ് മമിത. തമിഴിൽ വിജയോടൊപ്പവും സൂര്യയോടൊപ്പവും സിനിമ ചെയ്തെന്ന് ഓർക്കണം. കുടുംബ യൂണിറ്റിൽ മമിതയും നിവിൻ പോളിയും കൂടെ ആയപ്പോൾ തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ അവർക്ക് വർക്കാകുവാനായിട്ട് സാധിച്ചു. അടുത്ത കാലത്ത് ഇറങ്ങിയ മറ്റ് ചിത്രങ്ങളെക്കാട്ടും എല്ലാം മികച്ച ചിത്രമെന്നുള്ള പേരിൽ കുടുംബ യൂണിറ്റ്, ബത്ലഹേം കുടുംബ യൂണിറ്റ് പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും.